2018 മഹാപ്രളയം ജീവിതം തകർത്തതോടെ എല്ലാം നഷ്ടപ്പെട്ട മലപ്പുറം വാണിയമ്പുഴ പ്രദേശത്തെ ആദിവാസി നഗറിലെ 40ഓളം കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിൽ കഴിയുകയാണ്. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഇവർക്ക് പുനരധിവാസത്തിന്റെ വാഗ്ദാനങ്ങൾ മാത്രമാണ് കിട്ടിയത്. ജീവിക്കാൻ മതിയായ ഒരു വീടോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം. ചോരൊന്ന് പറയണ ഒക്കെ പാത്രം വെക്കും, ചരുവ പാത്രം ബക്കറ്റൊക്കെ വെക്കും. ടാർപ്പായയും ഷീറ്റും വലിച്ചു കെട്ടിയ താൽക്കാലിക കൂരകളാണ് ഇവരുടെ ഇപ്പോഴത്തെ ആശ്രയം. മഴയത്തും വെയിലത്തും ദുരിതം ഒരുപോലെയാണ്. ഒരു കൂരയിൽ 3-4 കുടുംബങ്ങൾ ചേർന്നാണ് കഴിയുന്നത്. സ്വകാര്യത എന്നത് ഇവിടെ ഒരു സ്വപ്നം മാത്രമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആന വന്ന് മുറ്റത്തെ വായ കത്തുനിന്ന് പോയി. ഇന്നാള് വന്ന് ആന കമ്പി മറിച്ചിങ്ങാണ്ട് കിണറിന്റെ അവിടെ വരെ വന്നു. ഞങ്ങൾ ഇവിടെ കിടക്കണമെന്ന് ചെന്ന് രാവിലെ ശശിയേട്ടന്റെ 2 പോത്തുകുട്ടികളുണ്ട് അവിടെ. ഐറ്റങ്ങളൊക്കെ ഇപ്പൊ കണ്ടേ ആനയാള് കമ്പി ഉണ്ടായിട്ട് എന്താ ഇതിന് സാധനമല്ലല്ല, വെറും കമ്പി മാത്രമേ ഉള്ളൂ. ഇത് മറിക്കത് കറണ്ട് വരുന്നില്ലേ, ഇട്ട് നോക്കി അത് ശരിയാക്കി നോക്കിയൊരു പിന്നെ കൂടി ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. കാണാൻ പറ്റണോലും വർത്തനം പറയാൻ അത് ഒരു അടുക്കളയ്ക്ക് പോലും തികയാത്ത അതാ ഇതങ്ങ് ഒരു 4-5 എണ്ണം ഉണ്ട്. ഇതുമേല് 4-5 എണ്ണം മൊത്തം അരിടീപ്പി തരുന്നതല്ല, ഞങ്ങൾ വാങ്ങും. കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയോട് കൂടിയാണ് ഓരോ രാത്രിയും കടന്നു പോകുന്നത്. പേരിന് സ്ഥാപിച്ച സോളാർ വേലിയുണ്ടെങ്കിലും അതിൽ വൈദ്യുതിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വിവിധ പ്രായത്തിലുള്ള കുട്ടികളും ഇവിടെ താമസിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.